പണ്ട് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, എൻ്റെ നാട്ടിലാണ്, എൻ്റെ ജംഗ്ഷനിലാണ് ഒരു ന്യൂ ഇയർ ഈവിൽ ഗ്യാസ് ടാങ്കർ ആദ്യമായി കേരളത്തിൽ പൊട്ടിത്തെറിക്കുന്നത്. വലിയൊരു ഗ്യാസ് ക്യാപ്സൂൾ പൊട്ടിത്തെറിച്ച് തീ പിടിച്ചു. പ്രദേശത്താകെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. 5-6 നാട്ടിലെ ചെറുപ്പക്കാരായ പാവങ്ങൾ മരണപ്പെടുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ ഫയർഫോഴ്സിൻ്റെ വാഹനം വന്നു തീ അണയ്ക്കാൻ. ഇപ്പോൾ അതിൻ്റെ പേര് ഫയർ ആൻഡ് റെസ്ക്യൂ എന്നോ മറ്റോ ആണ്. അന്ന് ഫയർഫോഴ്സ് എന്നാണ് പറയപ്പെടുന്നത്. അത് വന്നിട്ട് അതങ്ങ് ബ്രേക്ക് ഡൗൺ ആയി. ആളുകളെല്ലാം വലിയ പ്രതീക്ഷയോടെ ഇതിപ്പോൾ അണയ്ക്കും എന്ന് വിചാരിച്ച് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് പിന്നെ അതെടുക്കെന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് കാണുന്നത്. അവസാനം ഈ വണ്ടി നാട്ടുകാരുടെ കൂവലിൻ്റെ അകമ്പടിയോടുകൂടി തള്ളി മാറ്റി വേറെ വണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിലും പഴയൊരു ഓർമ്മയുണ്ട്. നമ്മുടെ കലാഭവൻ്റെ മ്യൂസിക് പരേഡിൽ പണ്ട് നമ്മൾ കാസറ്റ് ഇട്ട് കേൾക്കുന്ന കാലത്ത് ഈ സർജറി നടത്താൻ ഡോക്ടർ സർജറി റൂമിൽ കയറി കഴിഞ്ഞ് കോടാലി, വെട്ടോത്തി, മമ്മട്ടി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട് നമ്മുടെ അബിയുടെയൊക്കെ ഈ കാലത്ത്. ഇതൊക്കെ ഇപ്പോഴത്തെ കാലവുമായി ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ വളരെ ഫ്ലാഗ്ഷിപ്പ് യുദ്ധ വ്യൂഹമാണ് USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന ഭയങ്കരമായ നാവിക പട എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ സംവിധാനങ്ങളോടും കൂടിയ ഒരു സംവിധാനമായിട്ടാണ് ഇത് നേരെ മിഡിൽ ഈസ്റ്റിലേക്ക് ട്രംപ് മച്ചമ്പി ആദ്യം അയച്ചത്. വലിയ ഘോരാഘോരം നീളുന്ന പ്രസംഗത്തോടൊപ്പമാണ് അദ്ദേഹം ഇവിടേക്ക് അയച്ചിട്ട് അവിടെ എല്ലാം പപ്പടപ്പൊടിയാക്കും, തവിടുപൊടിയാക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇവിടെ വന്നതിന് ശേഷം അതിൻ്റെ ടോയ്ലറ്റിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീഡിയോകളൊക്കെ വന്നപ്പോൾ എല്ലാവരും ട്രോൾ ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് USS ജെറാൾഡ് ആർ ഫോർഡിൻ്റെ ടോയ്ലറ്റിന് പ്രശ്നമോ എന്നൊക്കെ ചോദിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മളിലെ ടൈറ്റാനിക് മുങ്ങാത്ത കപ്പൽ എന്ന് പറയുന്നത് പോലെ അമേരിക്കയുടെ അഭിമാനത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും വിനാശകരമായ സംഗതിയുടെയും ഏറ്റവും വലിയ ആയുധമായിരുന്നു ഇത്. ഇപ്പോൾ ദേ പ്രതീകാത്മകമായി അതിന് റിപ്പയർ വന്ന് തിരിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ റിപ്പയർ വന്ന് ഒരു യുദ്ധമുഖത്ത് നിന്ന് തിരിച്ച് വലിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേവലമായ ഒരു മെയിൻ്റനൻസോ റിപ്പയറിങ്ങോ അല്ല. അതെല്ലാവരോടും പറയുന്നതാണ് അങ്ങനെ ഉണ്ട് എന്നൊക്കെ. അത് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ അഹങ്കാരത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും താന്തോന്നിത്തത്തിൻ്റെയും കൊടിയിറക്കമാണ് ആ കപ്പലിൻ്റെ മടങ്ങിപ്പോക്ക്. അങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. ഈ USS ജെറാൾഡ് ആർ ഫോർഡിനെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇറാൻ ആക്രമിച്ചിരുന്നു. അന്നതിൽ തീ പിടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ യുദ്ധമുഖത്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എനിക്കറിയാവുന്ന പല എക്സ്പെർട്ടുകളും എന്നെ വിളിച്ച് പറഞ്ഞു, സാർ അതൊരിക്കലും ശരിയാവില്ല, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, അതിൻ്റെ അടുത്തേക്ക് ആർക്കും അടുക്കാൻ പറ്റൂല എന്നൊക്കെയാണ് അത് സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ ചില വലിയ മല്ലന്മാരും കരുത്തന്മാരും ഗുണ്ടകളെയും ഒക്കെ പൂഴിമണ്ണ് വാരിയിട്ട് നാഭിക്കിടിച്ച് മറിച്ചിടുന്നത് പോലെ ഇറാൻ്റെ ആ വന്യമായ കരുത്തുണ്ടല്ലോ, അതായത് നിലനിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണല്ലോ. അവൻ അഹങ്കാരത്തിനല്ലല്ലോ ഇറാൻ പോരാടുന്നത്. ഇറാൻ പോരാടുന്നത് അഹങ്കാരത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും അടിമയെ സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ ലോകത്ത് യുദ്ധമുണ്ടാക്കി ലാഭം കൊയ്യാനോ അല്ലല്ലോ. അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ്റെ രാജ്യത്തെ കടന്നാക്രമിച്ചവരോട് അവർ പ്രതിരോധിക്കുകയാണ്. ആ പ്രതിരോധത്തിൻ്റെ കടുപ്പമാണ് അവിടെ കണ്ടത്. ആ കടുപ്പത്തിലാണ് ഈ അടി കിട്ടിയത്. ഇപ്പോൾ അതിന് റിപ്പയറിങ്ങിനായി തിരിച്ചുകൊണ്ട് പോവുകയാണ്. USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന കപ്പൽ അങ്ങനെ തിരിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് സ്വയം ഒരാൾ ഇല്ലാതായി തീരുന്നത് പോലെ ഒരു രാജ്യം മുഴുവൻ ഇല്ലാതായി തീരുന്ന അത്രയും അപമാനമാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഈ ഭരണാധികാരി അമേരിക്കയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കാരണം അത്രമേൽ കംപ്ലീറ്റ് ആണ് ആ കപ്പൽപ്പട. എത്ര നാവിക വ്യൂഹങ്ങൾ അതിനകത്ത് നിന്ന് പുറപ്പെടാനും അതുപോലെ തന്നെ വിമാനങ്ങൾ ഇറങ്ങാനും ലാൻഡ് ചെയ്യാനും മിസൈലുകൾ പായിക്കാനും പ്രതിരോധിക്കാനും എന്ന് വെച്ചാൽ ഒരു മിനി ഡിഫൻസ് സിസ്റ്റമാണ് ഒരു രാജ്യത്തിൻ്റെ. ആ സിസ്റ്റത്താണ് ഇപ്പോൾ തകരാറിലായി വലിച്ചുകൊണ്ട് പോകുന്നത്. വെറുതെ ലോകം അറിയാൻ വേണ്ടി പറയുകയാണ് ടാപ്പ് പൊട്ടിയതാണ്, ക്ലോസറ്റ് പൊടിഞ്ഞതാണ് എന്നൊക്കെ. യുദ്ധത്തിന് വരുന്നതിന് ഇതിനെല്ലാം ആൾട്ടർനേറ്റീവ് സംഗതി ഉണ്ടാവും. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു പണിയും നടക്കാത്തത് കൊണ്ട് തിരിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. 2, ഇറാൻ അടിച്ച് അണ്ടം പറിച്ചിട്ടുണ്ട് അതിൻ്റെ. അത് പുറത്ത് സമ്മതിക്കാൻ പാടാണ് തങ്ങളുടെ അണ്ടം പറഞ്ഞു എന്ന്. അതാണ് ഇത്രയും വെപ്രാളം പിടിക്കുന്നത്. മാന്യമായൊരു എക്സിറ്റ് തേടുകയാണ് ട്രംപ്. വെറുതെ വൃദ്ധരായ കുറേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാരെയും ഇവരെ കൊല്ലുന്നു എന്നുള്ളതിനപ്പുറത്ത് യാതൊന്നും സംഭവിക്കുന്നില്ല ഇറാൻ എന്നതാണ് വാസ്തവം.